ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാത്രി ചാന്ദിനിയും സുഭാഷും പുറത്തിരുന്ന് സംസാരിക്കുകയും ഫോണിൽ നോക്കിക്കൊണ്ട് കുറച്ചപ്പുറത്തായി ഇരിക്കുകയുമാണ് ഹരീഷും നികേഷും. ചാന്ദിനിയും സുഭാഷും വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ചിരിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നുമുണ്ട്. ചൂടുവെള്ളം എടുക്കാനായി അടുക്കളയിലേക്ക് വന്ന നിധി ലളിതയോട് ചോദിക്കുന്നു, എന്താ ചെയ്യുന്നേ? പാചകമാണോ? അപ്പൊ ലളിത പറയണ, അല്ല, തുണി കഴുകുക. ഇത് കേട്ട് നിധിയുടെ മുഖം വാടുമ്പോൾ ലളിത ദേഷ്യത്തോടു കൂടി നിധിയെ നോക്കുകയാണ്. ഞാനും കൂടി ഈ അടുപ്പ് ഉപയോഗിച്ചോട്ടെ എന്ന് നിധി ചോദിക്കുമ്പോൾ ലളിത പറയുന്നു, അതൊന്നും പറ്റില്ല, ഇവിടെ വന്ന് അടുപ്പ് ഉപയോഗിച്ചോട്ടെന്നൊന്നും ചോദിക്കണ്ട. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, എന്തു പറ്റി നിധി, എന്താ പ്രശ്നം? ഇവര് നിധിയെ വഴക്ക് പറയുകയാണ്. അപ്പൊ നിധി പറയണ, അതൊന്നും അല്ല സുധീഷ്, ഈ അടുപ്പൊന്ന് ഉപയോഗിച്ചോട്ടെ ഞാൻ ചോദിച്ചു. സുധീഷ് ചോദിക്കുന്നു, നിധി എന്തിനാ പാചകം ചെയ്യാനൊക്കെ പോകുന്നത്? നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കാം. അപ്പൊ ലളിത പറയണ, ഇത് സിറ്റി ഒന്നും അല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവിടെ ഹോട്ടലുകളൊന്നുമില്ല, നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. അപ്പൊ സുധീഷ് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല നിധി, ഒരുപാട് പേര് ഇവിടെ വന്ന് തൊഴുതിട്ട് പോകുന്നതാ, കഴിക്കാൻ നല്ലൊരു ഹോട്ടൽ പോലും കാണാതിരിക്കില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിധി വാ. അപ്പൊ നിധി പറയണ, സുധീഷേ, എനിക്ക് കുറച്ച് ചൂടുവെള്ളം മതി, ട്രാവൽ ചെയ്തതുകൊണ്ടായിരിക്കും തൊണ്ടയ്ക്ക് ചെറിയ വേദനയുണ്ട്, അതാ അടുപ്പ് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചേ. ലളിത പറയണ, ചൂടുവെള്ളം ഇല്ല, തണുത്ത വെള്ളം ഇല്ല, നിങ്ങൾ ആരും ഇവിടെ താമസിക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല, ഇവിടെയുള്ള ഒരു പാത്രത്തിൽ പോലും തൊട്ടു പോകരുത്, ചൂടുവെള്ളം വയ്ക്കാൻ വന്നിരിക്കുന്നു. സുധീഷ് ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? എന്തിനാ വെറുതെ നിധിയോട് വഴക്കുണ്ടാക്കുന്നേ? ഇച്ചിരി ചൂടുവെള്ളം വെക്കണമെന്നല്ലേ അവള് പറഞ്ഞുള്ളൂ, അതിനൊരു അടുപ്പ് കൊടുക്കത്തില്ലേ? പറ്റില്ല എന്ന് ലളിത പറയുമ്പോൾ നിധി പറയണ, വാ സുധീഷേ, നമുക്ക് പോകാം. അപ്പൊ സുധീഷ് പറയണ, നിധി ഇവിടെ നിൽക്ക്, ഞാൻ ചൂടുവെള്ളം എടുത്തു തരാം. അങ്ങനെ സുധീഷ് ലളിത അടുപ്പിൽ വെച്ചിരിക്കുന്ന കറി എടുത്തു മാറ്റി മറ്റൊരു പാത്രത്തിൽ ചൂടുവെള്ളം വെക്കുകയാണ്. ലളിത ചോദിക്കുന്നു, എടാ നീ എന്താണ് ഈ ചെയ്യുന്നത്? വിവരമല്ലേ നിനക്ക്? ഞാൻ ഇവിടെ നിന്ന് കറി ഉണ്ടാക്കുകയല്ലായിരുന്നോ? ആ പാത്രം എടുത്ത് സൈഡിലോട്ട് മാറ്റി വെക്കുന്നു. അപ്പൊ സുധീഷ് പറയണ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേ, ഈ ചൂടുവെള്ളം ഒന്ന് ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണേ ചെയ്തു. ഇതെല്ലാം കണ്ട് നിധി ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ ലളിത പറയണ, ഇതൊക്കെ കുറച്ച് കൂടുന്നുണ്ട്, അമ്പലത്തിലേക്ക് വന്നതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിൽക്കുക. അപ്പൊ സുധീഷ് പറയണ, കുറച്ച് ചൂടുവെള്ളം പോലും കൊടുക്കില്ല, എന്നിട്ട് അവര് ന്യായം പറയാൻ വന്നിരിക്കുന്നത്. സുധീഷെ വഴക്ക് വേണ്ടെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, ഞാൻ എപ്പോഴാ നിധിയെ വഴക്കുണ്ടാക്കാൻ പോയത്? ഇവരല്ലേ ആവശ്യമില്ലാതെ എന്നോട് വഴക്കുണ്ടാക്കുന്നത്. ലളിത പറയണ, ഇവിടേക്കുള്ള അഡ്രസ് പറഞ്ഞാ എന്റെ ചേട്ടനെ പറഞ്ഞാ മതി. സുധീഷ് പറയണ, ഞാൻ വിളിച്ചുതരാം, നേരിട്ട് പറഞ്ഞു. നിധി പറയുന്നു, വെള്ളം ചൂടായത് മതി. അപ്പൊ സുധീഷ് പറയണ, നിധി പൊയ്ക്കോ, ഞാൻ എടുത്തോണ്ട് വരാം. ഇത് കേട്ട് നിധി അവിടെ നിന്ന് പോകുമ്പോൾ അങ്ങനെ സുധീഷ് ചൂടുവെള്ളം എടുത്ത് പോകാനായി തുടങ്ങുമ്പോൾ ലളിത ചോദിക്കുന്നു, എടാ ഈ പാത്രം എടുത്ത് അടുപ്പിൽ വെക്കുന്നത് ആരാ? അപ്പൊ സുധീഷ് പറയണ, എന്റെ കയ്യിൽ ചൂടുവെള്ളം ഇരിക്കുന്നത് കണ്ടില്ലേ? ഇത്രയൊക്കെ സംസാരിക്കാൻ അറിയാലോ, നിങ്ങൾ തന്നെ ആ പാത്രം എടുത്ത് അങ്ങോട്ട് വെക്ക്, ആ കറി എടുത്ത് സിങ്കി കളയേണ്ടതായിരുന്നു, ഞാൻ ചെയ്തത് തെറ്റായി പോയി. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ ലളിത പറയണ, ശല്യം ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുക. തുടർന്ന് സുധീഷും നിധി അവിടേക്ക് വന്നിരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, നിങ്ങൾ എവിടെയായിരുന്നു? മോളെ കാണാനേ ഇല്ലായിരുന്നല്ലോ. അപ്പൊ നിധി പറയണ, കുറച്ച് ചൂടുവെള്ളം എടുക്കാനായി അടുക്കളയിലേക്ക് പോയതാ, അവിടെ സുനന്ദയുടെ അമ്മ പാചകം ചെയ്യായിരുന്നു, അടുപ്പിൽ വെള്ളം വെക്കാൻ സമ്മതിക്കാതെ അവര് വഴക്കുണ്ടാക്കുകയായിരുന്നു, പിന്നെ സുധീഷ വന്ന് ചൂടുവെള്ളം ഉണ്ടാക്കി തന്നെ. സുഭാഷ് ചോദിക്കുന്നു, ഞാൻ വന്ന് ചോദിക്കണോ? അപ്പൊ നിധി പറയണ, വേണ്ട, സുധീഷ് അവിടെ ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമില്ല. അപ്പൊ സുഭാഷ് പറയണ, ശരി, എന്തെങ്കിലും വേണമെങ്കിൽ മോൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം, വെറുതെ അവരുടെ അടുത്ത് പോയി വഴക്ക് മേടിക്കണ്ട. നികേഷ് എന്ന് ശ്രദ്ധിച്ചിട്ട് സുധീഷ് ചോദിക്കുന്നു, ഇവരെന്താ സ്വപ്നത്തിലാണോ? അപ്പൊ ഹരീഷ് പറയണ, നിങ്ങൾ പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല, അവൻ തന്റെ ലോകത്ത് തന്നെ ഇരിക്കുകയാണ്. എടാ നികേഷ് എന്ന് സുധീഷ് വിളിക്കുമ്പോൾ ഞെട്ടി നികേഷ് ചോദിക്കുന്നു, എന്താ സുധീഷ് ഏട്ടാ? അപ്പൊ സുധീഷ് പറയണ, ആ ഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട് വാ, ഇങ്ങനെ പോയാൽ നിന്നെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ നികേഷ് പറയണ, ഒന്നും മിണ്ടാതിരിക്കും സുധീഷ് ഏട്ടാ, ഇതുവരെ സംസാരിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല, അതിനുള്ളിൽ ബ്ലോക്ക്. അപ്പൊ സുഭാഷ് പറയുന്നു, എടാ ഫോൺ അവിടെ വെക്കടാ. ഈ സമയം ഭക്ഷണവുമായി അവിടേക്ക് വന്ന മണി ചോദിക്കാണ്, എല്ലാവരും പുറത്തിരുന്ന് കാറ്റ് കൊള്ളുകയാണോ? സുഭാഷ് പറയുന്നു, അതെ ചേട്ടാ, നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പൊ മണി പറയണ, എല്ലാവർക്കും ഉള്ള ഭക്ഷണം വാങ്ങണമെന്ന് സുധീഷ് പറഞ്ഞായിരുന്നു, അതാ ഭക്ഷണവുമായിട്ട് വന്നേ. അപ്പൊ നിധി പറയണ, ഇപ്പോഴല്ലേ സുധീഷ് പറഞ്ഞത് ഭക്ഷണം മേടിക്കാന്ന്, അതിനുള്ളിൽ ഭക്ഷണം വന്നു എങ്ങനെ? അപ്പൊ സുധീഷ് പറയണ, നിധി അതൊക്കെ നേരത്തെ പറഞ്ഞതാ, ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, വിശക്കില്ലേ? അതാ ഞാൻ വന്ന ഉടനെ വണ്ടിച്ചേട്ടനോട് ഭക്ഷണം വാങ്ങുന്ന കാര്യം പറഞ്ഞേ. നിധി പറയണ, ഞങ്ങളെല്ലാവരും ഇരുന്ന് വന്നതല്ലേ, സുധീഷ് അല്ലേ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നേ, പാവ സുധീഷ്. ഇത് കേട്ട് നികേഷ് പതിയെ ഹരീഷിനോട് പറയുന്നു, ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ സുധീഷ് ഏട്ടൻ ഏട്ടത്തിയുടെ മുന്നിൽ സ്കോർ ചെയ്യുന്നാ തോന്നുന്നേ. പുഞ്ചിരിച്ച് ഹരീഷ് പറയുന്നു, അങ്ങനെ എനിക്കും തോന്നുന്നേ. മണി ഭക്ഷണം കൊടുക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ചേട്ടാ വെജ് ആണോ നോൺ വെജ് ആണോ? അപ്പൊ മണി പറയണ, ക്ഷേത്രത്തിലേക്ക് വന്നതല്ലേ, നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല, നിങ്ങളുടെ അമ്മായി അല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അവര് നിങ്ങൾക്കും കൂടി ഉണ്ടാക്കി തന്നില്ലേ? അപ്പൊ സുഭാഷ് പറയണ, ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വലുതായി സംസാരിക്കില്ല, സ്വത്ത് പ്രശ്ന. ഇത് കേട്ട് മണി പറയണ, ഓ അത് കാരണമാണോ എല്ലാ വർഷവും അവര് മാത്രം വന്ന് പൂജ ചെയ്യുന്നേ? ഇപ്പൊ തറവാട്ടമ്പലത്തിലേക്ക് വന്നില്ലേ, ഇനി എല്ലാം ശരിയായിക്കോളും. നികേഷ് പറയണ, സുഭാഷ് ഏട്ടാ വിശക്കുന്നു. അപ്പൊ സുഭാഷ് പറയണ, എങ്കി വാ നമുക്ക് അകത്തിരുന്ന് കഴിക്കാം. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഇവിടെ നല്ല കാറ്റുണ്ട്, നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. ശരിയെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പായൊക്കെ കൊണ്ടുവന്നിടുകയാണ്. മണിയെ കഴിക്കാൻ വിളിക്കുമ്പോൾ, ഞാൻ കഴിച്ചിട്ടാ വന്നത്, നിങ്ങൾ കഴിക്കുന്നു പറഞ്ഞ മണി അവിടേക്ക് ഇരിക്കുന്നു. നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ്. സാപ്പാട് നല്ലായിരിക്കുന്ന നികേഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, വേണ്ട നികേഷ്, നീ എന്താ ഇടയ്ക്ക് തമിഴൊക്കെ പറയുന്നേ? അപ്പൊ നികേഷ് പറയണ, ക്ലാസ്സില് 2 തമിഴ്നാട്ടുകാർ പെൺകുട്ടികളുണ്ട്, അവരോട് സംസാരിച്ച് ശീലിച്ചതാ. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, എടാ നികേഷ്, ഇത് ശരിയാകില്ല, നീ എപ്പോഴും
എപ്പോഴും പെൺപിള്ളേരുടെ കാര്യം പറയുന്നത്. ഫോണിൽ ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോ എപ്പോഴും നോക്കുന്നുണ്ട്. അപ്പൊ നികേഷ് പറയണ അങ്ങനെയൊന്നുമില്ല സുഭാഷേട്ടാ, ഹരീഷേട്ടാ നല്ല ഭക്ഷണം അല്ലേ. ഈ സമയം അവിടേക്ക് വന്ന ലളിത ദേഷ്യത്തോടു കൂടി എല്ലാവരെയും നോക്കുന്നു. പുഞ്ചിരിച്ച ലളിതയെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുകയാണ്, എന്തോ ഈ നാട്ടിലെ ഭക്ഷണം കിട്ടില്ല എന്ന് ആരും ഒരാള് പറഞ്ഞായിരുന്നു. പക്ഷെ ഇത്ര ഗംഭീരമായ ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിനാണ് നികേഷേ. അപ്പൊ നികേഷ് പറയണ, അതെ സുധീഷേട്ടാ, ചിലരെ പോലെ കഞ്ഞിയായില്ലല്ലോ. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി ലളിത അകത്തേക്ക് പോകുമ്പോൾ സുധീഷും നിധിയും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുകയാണ്. നികേഷ് പറയുന്നു, സുഭാഷേട്ടനും ഇതുപോലെ പാചകം ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, എടാ എന്റെ പാചകത്തിന് എന്താടാ കുഴപ്പം? അപ്പൊ നികേഷ് പറയണ, സുഭാഷേട്ടൻ നന്നായിട്ട് പാചകം ചെയ്യും, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ഇത് കേട്ട് സുഭാഷ് പറയണ, നീയൊക്കെ ഇത് തന്നെ പറയുന്ന എനിക്കറിയാം, കഴിക്ക്. മണി ചോദിക്കുന്നു, സുധീഷിന്റെ കല്യാണം കഴിഞ്ഞു, ഇതുവരെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞില്ലേ? അപ്പൊ ഹരീഷ് പറയണ, അത് രണ്ടാമത്തെ അനിയന് കുറച്ച് ധൃതി കൂടുതലായിരുന്നു, അതാ മൂത്ത ചേട്ടനുണ്ടായിട്ടും അനിയൻ കല്യാണം കഴിച്ചേ. ഇപ്പൊ ഈ ചോദ്യത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ മണി പറയണ, ഹരീഷ് ഞാൻ ചുമ്മാ ചോദിച്ചാ. അപ്പൊ നികേഷ് പറയണ, ചേട്ടൻ ഈ ചോദ്യം ആദ്യമായിട്ടാണ് ചോദിച്ചത്, പക്ഷെ ഞങ്ങൾ ഇതൊരു 100-150 തവണ കേട്ടിട്ടുണ്ട്. ആ ദേഷ്യത്തിലാ ഹരീഷേട്ടൻ അങ്ങനെ പറഞ്ഞത്, തെറ്റിദ്ധരിക്കണ്ട. മണി പറയുന്നു, അത് ഞാൻ അങ്ങനെ അറിയാനാ. ഈ സമയം ഫ്രണ്ട്സിന്റെ ഒപ്പം മദ്യപിച്ച് അവിടേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു, ദേ ഇവരെല്ലാവരുമാണ് എന്റെ മക്കള്, എത്ര നാളുകൾക്ക് ശേഷം നിങ്ങളെ കാണുന്നത്. അങ്ങനെ പാട്ടുപാടി അവരുടെ ഒപ്പം ഡാൻസ് ചെയ്യുകയാണ് ഭാസ്കരൻ. അച്ഛന്ന് വെറുതെ ഇരിക്കുന്ന സുഭാഷ് പറയുമ്പോൾ ഒരാൾ ചോദിക്കുന്നു, ഇതാരാന്നാ പറയേ? അപ്പൊ ഭാസ്കരൻ പറയണ, ഇതാണ് എന്റെ മൂത്ത മകൻ സുഭാഷ്, ഇതെന്റെ രണ്ടാമത്തെ മകൻ സുധീഷ്, മൂന്നാമത്തെ ആള് ഹരീഷ്, നാലാമത്തെ ആള് നികേഷ്, എനിക്ക് 4 ആൺമക്കളാ. സുഭാഷ് പറയുന്നു, അച്ഛാ വന്നിരിക്ക്, എന്നിട്ട് കഴിക്ക്. അപ്പൊ ഭാസ്കരൻ പറയണ, നീ ഒന്ന് പോടാ, എത്ര വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിരിക്കുന്നത്, ഇവരെയൊക്കെ കണ്ടിട്ട് എത്ര കാലമായെന്നറിയോ? അവിടേക്ക് വന്ന ലളിത ചോദിക്കുന്നു, എന്താ ഇവിടെ ബഹളം? എന്റെ മകളും ഭർത്താവും അകത്തുണ്ട്, വെറുതെ ഇവിടെ നിന്ന് ബഹളം വെക്കരുത്. ഭാസ്കരൻ ചോദിക്കുന്നു, നീയോ? അപ്പൊ ലളിത ചോദിക്കണം, മണി എന്താ ഇത്? ഇതിനാണോ ഇവരെ എല്ലാവരും ഇവിടെ താമസിപ്പിച്ചേ? ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്താണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ എന്നെ അപമാനിക്കുകയാണോ? അപ്പൊ സുഭാഷ് പറയണ, അച്ഛനൊന്ന് ചുമ്മാതിരിക്കോ, എന്തിനാ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ പോകുന്നേ? നീ ഒന്ന് മിണ്ടാതിരിക്കടാന്ന് ഭാസ്കരൻ പറയുമ്പോൾ മണി പറയണ, ഭാസ്കരേട്ടാ വാ, നമുക്ക് ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വരാം. ഭാസ്കരൻ ചോദിക്കുന്നു, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ നീ എന്തിനാ എന്നെ ചുറ്റിക്കറക്കാൻ കൊണ്ടുപോകുന്നേ? അപ്പൊ മണി പറയണ, രാത്രിയാണ് ഈ ഗ്രാമം കാണാൻ ഭംഗി, വാ. ഭാസ്കരൻ പറയുന്നു, അങ്ങനെയാണോ? നിങ്ങൾ എല്ലാവരും എങ്കിൽ പൊയ്ക്കോ, വീട്ടിൽ ഭാര്യമാര് നോക്കിയിരിക്കുകയായിരിക്കും, നമുക്ക് രാവിലെ കാണാം. ഞാൻ മണിയുടെ കൂടെ പോയിട്ട് വരാന്ന് പറഞ്ഞ് ഭാസ്കരൻ മണിയുടെ ഒപ്പം സ്കൂട്ടറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. ലളിത ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോകുമ്പോൾ സുഭാഷ് പറയണ, നിങ്ങൾ കഴിക്കുക, അച്ഛൻ കുറച്ച് കഴിയുമ്പോ ഇങ്ങി വരും. ഈ സമയം അശ്വിനും സുനന്ദ അവിടേക്ക് വരികയാണ്. സുനന്ദ ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുകയായിരുന്നോ? നിങ്ങളെ അന്വേഷിച്ചാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇരിക്കുന്ന സുഭാഷ് പറയുമ്പോൾ അശ്വിനും സുനന്ദ അവിടേക്ക് ഇരിക്കുകയാണ്. സുനന്ദ ചോദിക്കുന്നു, എന്താ സുഭാഷ് ഇട്ട, ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ? അപ്പൊ നികേഷ് പറയണ, ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, പക്ഷെ നല്ല രുചിയുണ്ട്. അപ്പൊ സുധീഷ് പറയണ, പാവം നിങ്ങൾക്ക് ഇത് അറിയാനുള്ള യോഗമില്ല, നിങ്ങളുടെ അമ്മ ഉണ്ടാക്കിയതല്ലേ കഴിക്കാൻ പോകുന്നേ. അപ്പൊ അശ്വിൻ പറയുന്നു, സുനന്ദയുടെ അമ്മ നന്നായിട്ട് പാചകം ചെയ്യും, ഇപ്പോഴും അകത്ത് പാചകം ചെയ്തുകൊണ്ട് നിൽക്കുന്ന കണ്ടു. അപ്പൊ സുഭാഷ് പറയണ, അമ്മായി ഭക്ഷണം ഉണ്ടാക്കട്ടെ, നിങ്ങള് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കുക. അങ്ങനെ സുഭാഷ് ഒരു പ്ലേറ്റിൽ അവർക്കുള്ള ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ്. സുനന്ദ പറയുന്നു, ഇത് മതിയെ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചോളാം. അങ്ങനെ അശ്വിനും സുനന്ദയും ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ കഴിക്കുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് എല്ലാവരും. നന്നായിട്ടുണ്ടെന്ന് അശ്വിൻ പറയുമ്പോൾ സുനന്ദ പറയണ, സൂപ്പർ ആയിട്ടുണ്ട്. അശ്വിൻ പറയുന്നു, സുനന്ദ നിന്റെ ബഹളം കണ്ട് നിന്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ സുനന്ദ പറയണ, അത് ശരിയാ, അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ബഹളം ഉണ്ടാക്കും. സുധീഷ് ചോദിക്കുന്ന, അശ്വിൻ ഗൾഫിന് പോയല്ലേ? അപ്പൊ അശ്വിൻ പറയണ, ഇവിടെ കൂടെ കൂട്ടിക്കൊണ്ടു പോവാന്ന് വിചാരിച്ച് നിൽക്കുക, വിസ പ്രോസസിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക, അത് കഴിഞ്ഞാലുടനെ ഞങ്ങൾ പോകും. ഈ സമയം സുനന്ദ എന്ന് വിളിച്ച ലളിത അവിടേക്ക് വരുമ്പോൾ സുനന്ദ പതിയെ അശ്വിനോട് പറയുന്നു, പെട്ടു. ലളിത ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, നീ ഇപ്പം ഇവിടെ ഇരുന്ന് കഴിക്കുകയാണോ? അപ്പൊ സുനന്ദ പറയണ, ഞങ്ങൾ ചുമ്മാ ഷെയർ ചെയ്ത് കഴിച്ചെന്നേ ഉള്ളൂ, ഉറപ്പായിട്ടും അമ്മ ഉണ്ടാക്കിയ ഭക്ഷണവും കഴിക്കും, അതോർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട. ലളിത ചോദിക്കുന്നു, എന്താ അശ്വിൻ ഇത്, ഇവിടെ കൂടെ ഇരുന്ന് അശ്വിനും കഴിച്ചോ? അശ്വിൻ പറയണ, അങ്ങനെയൊന്നുമില്ല അമ്മ ഉണ്ടാക്കിയതും ഞങ്ങൾ കഴിക്കും, ഇത് ചുമ്മാ ഇവർക്കൊരു കമ്പനി കൊടുക്കാൻ വേണ്ടി കഴിക്കുക. നികേഷ് പതിയെ ഹരീഷിനോട് ചോദിക്കുന്നു, ഇവരെ കണ്ട് എന്തിനാ ഇവരിത്രയും പേടിക്കുന്നേ? അപ്പൊ ഹരീഷ് പറയണ, ഇവരെ കണ്ട നമുക്കേ പേടി വരുന്നു, പിന്നെ ഇവരുടെ കാര്യം പറയണം. ലളിത പറയുന്നു, ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, നിങ്ങൾ എഴുന്നേറ്റ് വാ. സുനന്ദ അശ്വിനെയും കൂട്ടി അകത്തേക്ക് വാ. ശരിയമ്മേ, ഞങ്ങൾ ഇപ്പൊ വരാമെന്ന് സുനന്ദ പറയുമ്പോൾ ലളിത അകത്തേക്ക് പോവുകയാണ്. അപ്പൊ അശ്വിൻ പറയുന്നു, ഞാൻ പറഞ്ഞതല്ലേ. പുഞ്ചിരിച്ച സുനന്ദ പറയുന്നു, അശ്വിൻ കഴിക്ക്, നിങ്ങൾ എല്ലാവരും കഴിക്ക്. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി അവിടെ ഇരുന്ന ഭക്ഷണം കഴിക്കുകയാണ്. തുടർന്ന് ഒരു റൂമിലേക്ക് വന്ന് ഉറങ്ങാനായി പായിടുകയാണ് സുധീഷും ഹരീഷും നികേഷും. അവിടേക്ക് വന്ന മണി ചോദിക്കുന്നു, എന്താ നിങ്ങൾ ഉറങ്ങാറായോ? നിങ്ങളുടെ അച്ഛൻ എന്റെ കൂടെ വന്നിട്ട് ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ എന്നെ ഒഴിവാക്കി അവരുടെ കൂടെ പോയി. രാവിലെ നേരത്തെ ക്ഷേത്രത്തിലേക്ക് പോണം, എല്ലാവരും ഉറങ്ങാൻ നോക്ക്, രാവിലെ നല്ല തിരക്കായിരിക്കും. സുഭാഷേ ശരി. അങ്ങനെ മണി അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് പറയുന്നു, ഉറങ്ങാൻ നോക്ക്, രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതാ. ഈ സമയം നിധി അവിടേക്ക് വരികയാണ്. സുഭാഷ് ചോദിക്കുന്നു, മോളെ നിധി, റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാം നന്നായിട്ടുണ്ട്. അപ്പൊ സുഭാഷ് പറയുന്നു, എങ്കിൽ മോള് പോയി കിടന്നോ, രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതാ. ശരി സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ നിധി റൂമിലേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് സുധീഷ്. നിധി വാതിൽ തുറക്കുമ്പോൾ സുധീഷ് ഉറക്കെ നിധിന്ന് വിളിക്കുന്നു. ഞെട്ടി തിരിഞ്ഞു നോക്കി നിധി പറയണം, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അപ്പൊ സുധീഷ് പറയണം, നിധി പേടിച്ചു, എന്നെ കൂടെ പേടിപ്പിക്കണമായിരുന്നു.
പോണമായിരുന്നു. എന്താ സുധീഷേ? അപ്പൊ സുധീഷ് പറയണ, അത് പുതിയ റൂമും പുതിയ നാടും ഒക്കെ അല്ലേ. നിധിക്ക് പേടിയുണ്ടെങ്കിൽ ഞാനും കൂടി നിധിയുടെ റൂമിൽ കിടക്കാം. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, റൂമിലെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഏതെങ്കിലും കോണിൽ കിടന്നോളാം. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ ഗ്രാമമല്ലേ, പെട്ടെന്ന് കറണ്ട് പോയാൽ നിധി പേടിക്കില്ലേ, അതുകൊണ്ടാ. നിധി പറയുന്നു, ഫോണിൽ ടോർച്ച് ഉണ്ട്, ഞാൻ നോക്കിക്കോളാം. അപ്പൊ സുധീഷ് പറയണ, അതല്ല വേറെന്തെങ്കിലും ആവശ്യം വന്നാലോ, ഞാനിവിടെ ഉണ്ടെങ്കിൽ നിധിക്കൊരു ഹെൽപ്പ് ആകുമല്ലോ. ഫോണിൽ സിഗ്നലും കുറവ്, എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ നിധി വിളിച്ചാൽ ലൈൻ പോകുമെന്ന് പോലും അറിയില്ല. ഞാൻ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്നോളാം. അവിടേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തി ചാന്ദിനിയെ കൂടി ഏട്ടത്തിയുടെ റൂമിൽ കിടത്തുവന്ന് സുഭാഷ് ഏട്ടൻ ചോദിച്ചു. നിധി പറയണ, അത് ശരിയാണല്ലോ, ചാന്ദിനിയുടെ കാര്യം ഞാൻ മറന്നുപോയി. ഞാനും ചാന്ദിനിയും കൂടി റൂം ഷെയർ ചെയ്തോളാം. ചാന്ദിനി ഇവിടെ കിടക്കട്ടെ. സുധീഷ് പതിയെ ദ്രോഹിന്ന് വിളിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, ശരി ഏട്ടത്തി. ഏട്ടത്തി അകത്ത് കയറി കഥ അടച്ചോ, ചാന്ദിനി ഇങ്ങി വരും. ഇത് കേട്ട് നിധി റൂമിനകത്തേക്ക് കയറി വാതിലടക്കുകയാണ്. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് സുധീഷിനെയും കൂട്ടി ഹരീഷ് അവിടെ നിന്ന് പോകുന്നു. സുധീഷ് പറയണ, വിടടാ, ഞാൻ നിധിയുടെ കൂടെ ആ റൂമിൽ കിടന്നേനെ, ചാന്ദിനിക്ക് ആ ചെറിയ റൂം കൊടുക്കാറുന്നല്ലോ. അപ്പൊ ഹരീഷ് പറയുന്നു, കുറച്ചുനേരം കേട്ടോ കഴിഞ്ഞിരുന്നെങ്കിൽ ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചേനെ. അടി കിട്ടാതിരിക്കാനാ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നേ. നിനക്ക് അസൂയാണെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, എനിക്കോ? ശരി, എനിക്ക് അസൂയ, എങ്കിൽ പോയി അടി മേടിച്ചു. അപ്പൊ സുധീഷ് പറയുന്നു, എല്ലാം നശിപ്പിച്ച് കൂട്ടിക്കൊണ്ടു വന്നില്ലേ, പിന്നെന്താ? അപ്പൊ സുഭാഷ് പറയണ, നിങ്ങൾ അവിടെ നിന്ന് എന്താ ഇത്ര രഹസ്യം പറയുന്നേ, വന്ന് കിടക്ക്. ഇതിട്ട് ഹരീഷ് പറയുന്നു, ചാന്ദിനി ഏട്ടത്തിയുടെ റൂമിൽ കിടക്കും സുഭാഷ് ഇടാ. ഈ സമയം ചാന്ദിനി അവിടേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു, ചാന്ദിനി നീ നിധിയുടെ റൂമിൽ കിടന്നു. അവിടേക്ക് വന്ന നിധി പറയണ, ചാന്ദിനി വാ, നമുക്ക് ഉറങ്ങാം. വാന്നും പറഞ്ഞ ചാന്ദിനിയും കൂട്ടി നിധി റൂമിലേക്ക് പോവുകയാണ്. സുഭാഷ് പറയണ, അച്ഛൻ ഇതുവരെ വന്നില്ല, ആർക്കും ആ ടെൻഷൻ ഇല്ല, എവിടെ പോയതായിരിക്കും എന്തോ. തുടർന്ന് എല്ലാവരും ഉറങ്ങാനായി കിടക്കുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന ലളിത കാണുകയാണ് ഹോളിൽ കിടന്നുറങ്ങുന്ന സുഭാഷിനെയും സുധീഷിനെയും ഹരീഷിനെയും നികേഷിനെയും. സംശയത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധിയുടെ റൂമിലേക്ക് വന്ന വാതിൽ തട്ടി വിളിക്കുകയാണ് ലളിത. വാതിൽ തുറന്ന നിധിയോട് ലളിത ചോദിക്കുന്നു, തനിച്ചാണോ കിടക്കുന്നത്? അപ്പൊ നിധി പറയണ, അതെ. എന്താ? അപ്പൊ ലളിത ചോദിക്കുന്നു, നിന്റെ ഭർത്താവ് നിന്റെ കൂടെ അല്ല കിടക്കുന്നത്? അപ്പൊ നിധി പറയണ, സുധീഷ് സുഭാഷ് ഏട്ടന്റെ അനിയന്മാരുടെയും കൂടെ കിടക്കുക. ലളിത ചോദിക്കുന്നു, സുധീഷ് എന്താ അവിടെ കിടക്കുന്നേ? അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്നാ നിധി ചോദിക്കുമ്പോൾ ലളിത പറയണ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു മുറി വേണ്ടേ കിടക്കാൻ? അപ്പൊ നിധി പറയണ, അമ്മായിയുടെ ഭർത്താവ് ഗൾഫിലല്ലേ, നിങ്ങൾ വേറെ വേറെ അല്ലേ കിടക്കുന്നത്? അപ്പൊ ലളിത പറയണ, എന്റെ ഭർത്താവ് ഗൾഫിലായതുകൊണ്ടല്ലേ ഞാൻ തനിച്ച് കിടക്കുന്നത്, നിന്റെ ഭർത്താവ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിധി പറയുന്നു, സ്വന്തം നാട്ടിലേക്ക് വന്നതല്ലേ, അതാ സുഭാഷ് ഏട്ടന്റെ അനിയന്മാരുടെയും കൂടെ കിടക്കുന്നത്, ഞാൻ തനിച്ച് ഇവിടെ കിടന്നോളാം. ലളിത ചോദിക്കുന്നു, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ നിധി പറയണ, പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നം ഇല്ലാതാക്കുവോ? എനിക്കെന്താ വേറെ ജോലി ഇല്ലേന്ന് ലളിത ചോദിക്കുമ്പോൾ നിധി പറയണ, എങ്കിൽ പിന്നെ പോയി കിടന്നുറങ്ങാൻ നോക്ക്, കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കാൻ പോലും അടുപ്പ് തന്നിട്ടില്ല, ഇപ്പൊ ചോദിക്കാൻ വന്നത് കണ്ടില്ലേ. ഈ സമയം വെള്ളവുമായി അവിടേക്ക് വന്ന ചാന്ദിനി റൂമിലേക്ക് പോകുമ്പോൾ ലളിത ചോദിക്കുന്നു, ഈ പെണ്ണ് നിന്റെ കൂടാണോ കിടക്കുന്നത്? അതേന്ന് നിധി പറയുമ്പോൾ ലളിത പറയണ, ഇത് ആദ്യം അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു? അപ്പൊ നിധി പറയണ, അത് പറഞ്ഞിരുന്നെങ്കിൽ വിടുവായിരുന്നോ, അത് വെച്ച് 40 ചോദ്യം ചോദിച്ചേനെ. ലളിത പറയണ, ഓ എന്താ നാവ് നിന്റെ, ഈ കുടുംബത്തിന് പറ്റിയ മരുമകളാ. അങ്ങനെ ലളിത അവിടെ നിന്ന് പോവുകയാണ്. നിധി ദേഷ്യത്തോടു കൂടി വാതിലടയ്ക്കുന്നു. തുടർന്ന് രാവിലെ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകാനായി ഒരുങ്ങുകയാണ്. ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് സുധീഷ് അവിടേക്ക് വരുമ്പോൾ നികേഷ് ചോദിക്കുന്നു, എന്താ സുധീഷ് ഏട്ടാ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടോണ്ട് വന്നിരിക്കുന്നത്? സുധീഷ് പറയണ, എന്താന്നറിയില്ല, ഇന്ന് ഷർട്ടും മുണ്ടും ഒക്കെ ധരിക്കണമെന്ന് തോന്നി, പിന്നെ ഇന്ന് നിധി സാരി ആയിരിക്കും ഉടുക്കുക, അപ്പം അവൾക്ക് മാച്ചിങ് ആയിട്ട് മുണ്ട് ഉടുക്കുന്നതല്ലേ നല്ലത്. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി സാരി ഉടുക്കുന്നതെന്ന് സുധീഷ് ഏട്ടൻ അങ്ങനെ അറിഞ്ഞു? അപ്പൊ സുധീഷ് പറയണ, ഞാൻ അവളുടെ ഭർത്താവാടാ, നിധിയെ എനിക്കറിയില്ലേ, നീ വേണമെങ്കിൽ നോക്കിക്കോ, നിന്റെ ഏട്ടത്തി സാരി ഉടുത്തോണ്ട് വരും. ഇത് കേട്ട് ഹരീഷ് പറയുന്നു, ആ നമുക്ക് കാണാം. അപ്പൊ സുധീഷ് പറയണ, കണ്ടോ നിങ്ങള്? ഈ സമയം സാരിയൊക്കെ ഉടുത്ത് സന്തോഷത്തോടു കൂടി റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നിധി. സുധീഷ് കണ്ണെടുക്കാതെ നിധിയെ തന്നെ നോക്കി നിൽക്കുന്നു. സുഭാഷും നികേഷും ഹരീഷും എല്ലാം പുഞ്ചിരിച്ച് നിധിയെയും സുധീഷിനെയും ശ്രദ്ധിക്കുകയാണ്. നികേഷ് പറയുന്നു, ഏട്ടത്തി സാരി സൂപ്പർ ആയിട്ടുണ്ട്. നിധി താങ്ക്സ് പറയുമ്പോൾ സുധീഷ് പറയണ, നിധിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു എന്ന് നിധി പറയുമ്പോൾ ഹരീഷ് പറയുന്നു, മതി. ഒരു മിനിറ്റ് നിധി എന്ന് പറഞ്ഞ് മുല്ലപ്പൂ എടുത്തോണ്ട് വന്ന് നിധിയുടെ നേരെ നീട്ടിക്കൊണ്ട് സുധീഷ് പറയണ, ദാ നിധി, ഞാൻ രാവിലെ പോയി നിധിക്ക് വേണ്ടി മേടിച്ചതാ. ഇത് എപ്പോഴെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അത് രാവിലെ വാങ്ങി സുഭാഷ് ഏട്ടാ. സുഭാഷും നികേഷും ഹരീഷും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുന്നു. താങ്ക് യു എന്ന് പറഞ്ഞ് നിധി ആ മുല്ലപ്പൂ വാങ്ങുമ്പോൾ സുധീഷ് പറയണ, ഇന്ന് നിധി സാരി ഉടുക്കുമെന്ന് തോന്നി, അതാ രാവിലെ പോയി മുല്ലപ്പൂ വാങ്ങിച്ചത്. ഇത് മുടിയിൽ വെച്ചോ. നിധി സന്തോഷത്തോടു കൂടി മുല്ലപ്പൂ മുടിയിലേക്ക് വെക്കുമ്പോൾ നികേഷ് പതിയെ സുധീഷിനോട് പറയുന്നു, സുധീഷ് ഏട്ടാ അടുത്തോട്ട് നിൽക്ക്. സുധീഷ് നിധിയുടെ അടുത്തേക്ക് നിൽക്കുമ്പോൾ നികേഷ് ഫോട്ടോ എടുക്കുകയാണ്. മുടിയിലേക്ക് മുല്ലപ്പൂ വെക്കുന്ന നിധി ഇത് ശ്രദ്ധിക്കുന്നില്ല. ഈ സമയം ക്ഷേത്രത്തിലേക്ക് പോകാനായി ഒരുങ്ങി സുനന്ദയും അശ്വിനും അവിടേക്ക് വരികയാണ്. സുനന്ദ ചോദിക്കുന്നു, നിങ്ങളും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയോ? സുനന്ദയുടെയും അശ്വിന്റെയും ഡ്രസ്സ് കണ്ട് നികേഷ് ചോദിക്കുന്നു, രണ്ടുപേരും മാച്ചിങ് ആണല്ലോ. സുനന്ദ പറയുന്നു, അതെ, നന്നായിട്ടുണ്ടോ? ഈ സമയം ലളിത സുനന്ദ എന്ന് വിളിച്ച് അവിടേക്ക് വരികയാണ്. അപ്പൊ സുനന്ദ പറയുന്നു, അമ്മ ഇവരെല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകാനായി ഇറങ്ങി, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയാലോ? അപ്പൊ ലളിത പറയണ, അത് ശരിയാവില്ല സുനന്ദ, അവിടെ നമുക്ക് കുറച്ച് ജോലിയുണ്ട്, നമുക്ക് നേരത്തെ പോയേ പറ്റും, ഇവര് പതിയെ വന്നാ മതി. സുനന്ദ പറയുന്നു, അമ്മ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നതല്ലേ നല്ലത്, പറയുന്നത് കേൾക്കെന്ന് പറഞ്ഞു അശ്വിനെയും സുനന്ദയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് ലളിത. തിരിഞ്ഞെന്ന് സുനന്ദ പറയുന്നു, ശരി, നമുക്ക് എല്ലാവർക്കും ക്ഷേത്രത്തിൽ വെച്ച് കാണാം, പോയിട്ട് വരാന്ന് പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം ക്ഷേത്രത്തിലേക്ക് പോകാനായി ഒരുങ്ങി ചാന്ദിനി അവിടേക്ക് വരുമ്പോൾ നികേഷ്
പറയുന്നു, ചാന്ദിനി ഡ്രസ്സ് നന്നായിട്ടുണ്ട്. ഇത് കേട്ട് ചാന്ദിനി പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ സുഭാഷ് പുഞ്ചിരിച്ച് ചാന്ദിനിയെ നോക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എല്ലാവരും വന്നില്ലേ, നമുക്ക് ഇറങ്ങിയാലോ? അപ്പൊ സുഭാഷ് പറയണ, സുധീഷ് അച്ഛൻ മാത്രം രാവിലെ എങ്ങോട്ടോ പോയി. ഇത് കേട്ട് സുധീഷ് പറയുന്ന, അയാൾ എപ്പോഴും ഇങ്ങനെയല്ലേ, അത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ, വാ നമുക്ക് പോകാം. അങ്ങനെ അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തറവാട്ടമ്പലത്തിലേക്ക് പോവുകയാണ്. തുടർന്ന് തറവാട്ടമ്പലത്തിലെത്തിയ എല്ലാവരും ചുറ്റും നോക്കുമ്പോൾ മണി പറയുന്നു, ഇതാ നിങ്ങളുടെ തറവാട്ടമ്പലം, നന്നായിട്ട് പ്രാർത്ഥിച്ചു. കൈതൊടുത്ത് പ്രാർത്ഥിച്ച് എല്ലാവരും ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ്. ഭാസ്കരൻ കൂട്ടുകാരുടെ ഒപ്പം സന്തോഷത്തോടു കൂടി സംസാരിച്ചു നിൽക്കുന്നു. എല്ലാവരും ഭാസ്കരനെ കണ്ട് അമ്പരന്ന് നിൽക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, ദേ എന്റെ കുടുംബം വന്നു, ഇതാണ് എന്റെ ഫാമിലി. അച്ഛൻ എപ്പോഴാ വന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയണം, ഞാൻ രാവിലെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു, നിങ്ങൾ എന്താ താമസിച്ചത്? അങ്ങനെ ഭാസ്കരൻ അവിടെയുള്ള ആളുകളെയൊക്കെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവർക്ക് സുഭാഷിനെയും സുധീഷിനെയും നികേഷിനെയും ഹരീഷിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നിധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുന്നു, ഇതെന്റെ മരുമകളാ, സുധീഷിന്റെ ഭാര്യ, നിങ്ങൾ പോയി തൊഴുതിട്ട് വന്നു പറഞ്ഞ് ഭാസ്കരൻ ഫ്രണ്ട്സിന്റെ ഒപ്പം സംസാരിച്ച് നിൽക്കുകയാണ്. മണിയുടെ ഒപ്പം എല്ലാവരും അകത്തേക്ക് പോകുന്നു. തിരുമേനിയുടെ അരികിലേക്ക് വന്ന മണി പറയുന്നു, ഇത് നമ്മുടെ ഭാസ്കരേട്ടന്റെ കുടുംബമാ, ലളിത ചേച്ചി ഇവരുടെ അമ്മായിയാ. ഒരുപാട് വർഷങ്ങളായിട്ട് ഇവർക്ക് തറവാട്ടമ്പലം എവിടെയാണെന്ന് അറിയില്ലായിരുന്നു, ഇപ്പോഴാ അറിഞ്ഞ് തറവാട്ടമ്പലത്തിലേക്ക് വന്നത്. തിരുമേനി പറയുന്നു, നന്നായി, ഇപ്പോഴെങ്കിലും വന്നല്ലോ, നന്നായി പ്രാർത്ഥിച്ചു, നല്ല ശക്തിയുള്ള ദേവിയാ. ഇത് കേട്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്